ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഫസ്റ്റ് ഉണ്ടായ 7th മൈൽ പറയുന്ന സ്ഥലത്തത്തെ നമ്മുടെ ഒന്നിച്ച് പണിയെടുത്തോണ്ടുണ്ടായവരുടേത് കുട്ടീൻ്റെ തൊട്ടിലിടലാണ്. അപ്പം അതിനെല്ലാം നമുക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെ പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മനെ വിളിച്ചിട്ടുണ്ട്. അവിടെ പൂജ എല്ലാം ആക്കണത്ര. അവരുടെ എന്ത് ചോറ് കറി എല്ലാം ആക്കുമ്പോൾ ഫസ്റ്റ് അടുപ്പ് വിടുവല്ലേ, ആ സമയത്ത് പൂജ ആക്കണം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അല്ലേ? പോയിട്ട് വരാം. തൊട്ടിലിടുന്നതാണ്. അതിന് അമ്മ ഒരു പൂജാക്കാൻ പറഞ്ഞു നമ്മളുടെ അടുത്ത്. അമ്മ ഒരു പൂജാക്കുണ്ട്. അതെ, നല്ല മനസ്സിലിപ്പോ ഒരു പൂജാക്ക. ഒന്നെടുത്തിട്ട് കത്തിക്കണം. ഹലോ, ഏത് ബിരിയാണി? കേരള ബിരിയാണി, മൈസൂർ ബിരിയാണി ആക്കാ. അതിനെ കൊണ്ട് ನಾನು കുട്ടീൻ്റെ പേര് വെക്കാന്ന് എല്ലാത്തിനും കൂടി അങ്ങനെ సోకుడు బాలే తొట్లావాడు అండ ಮಾಡಿಗೆ ಲಂಚನೆ ಒಂಜಿ ಗಲಾಟೆ ಎಲ್ಲ ಜಂದೆ ತೊಂದರೆ ಎಲ್ಲ ಜಂದೆ ಸೋಕುಡು ಆವಡ. ഇത് പായസത്തിനല്ലേ? പാല് തിളപ്പിക്കുക. പാലിന് കുറെ സാധനമുണ്ട്. നിങ്ങളിവിടെ ഉണ്ടാവും ഒരു അരമണിക്കൂർ. അതെ, ഇനി സെറ്റാക്കണം അല്ലേ? അങ്ങനെ ഇനി പഞ്ചസാര ഇതെല്ലാം ഇടണം. പേര് സായിത്തുക്കടാന്ന്. ഇതിനിടുന്ന സാധനം കാണിച്ച ഇത് ഇട്ടിട്ട് ഒരു ഇതാക്കി ഇത് ഞാൻ കാണിച്ചത് ഇട്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മള് ഉള്ളി കട്ടാക്കണത് ഒന്ന് നോക്കാം. അതെ, പാലും പിന്നെ മിൽക്ക് മെയ്ഡ് കലക്കി കോവ വെച്ചിട്ടുണ്ട്, തിളപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് ഈ ബ്രെഡ് കേക്കിലേക്ക് ഒഴിച്ചിട്ട് അവര് പായസം. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, കുട്ടിന്റെ പേരിടത് തൊട്ടിലിടുന്നത്ര. അപ്പൊ അങ്ങനെ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പായസം എന്തായാലും നമ്മൾ നാളെ കഴിക്കും. ഇതാ ഇത് ചിരഞ്ചി. ചിരഞ്ചി ഇത് ഗോഡമ്പ് ദ്രാക്ഷി. ഇതറിയാലേ? ഇത് ബേബി കാജു. ബേബി കാജു. ഇത് 2 സെയിം അല്ലേ? ഇത്ര സാധനം ഇട്ടിട്ട് പായസം നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും. എല്ലാ കളറുണ്ട്. നമ്മൾ ഏതൊരു കല്യാണത്തിന് പോയാലും നമ്മുടെ അച്ഛനെ കാണും. ഇത് നമ്മുടെ അയൽവാസിന്ന് പറയാ. നമ്മുടെ വീടിന്റെ അടുത്ത് ഉണ്ടായത്. അതെ അതെ എന്റെ ഫ്രണ്ടിന്റെ ഭർത്താവ്. അതെ, അപ്പൊ ഇവര് എല്ലായിടത്തും ബുക്കിന് പോകുന്നതാണ്. അതെ, ഇതാ ഇവിടെ ഉള്ളി മുറിക്കുന്നത് നോക്കുമ്പോൾ എങ്ങനെ
ഇത് നോക്കിയിട്ട് മോള് ആ ഉള്ളി മുറിക്കുന്ന സ്റ്റൈല് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നേ. അതെ ഭയങ്കര ഇഷ്ടമായത്. ചെറ 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 ചെറാന്ന്. പശു നെയ്യ്. ഇതെങ്ങനെ കോരി തിന്നണതല്ലേ? സ്പൂൺ. ആഹാ അങ്ങനെ. ആഹാ. ഓ ഇതിപ്പോ അത് 100 ഗ്രാമാ? നിൽക്കാൻ കഴിയില്ല. റെഡി ആയതിനെ പറയും. എത്ര സാധനം അല്ലേ? എല്ലാം ഇടണം അതിന്. കുറേ സാധനം. ഇത് കോൾഡാണ് അത്ര ടേസ്റ്റ്. അതിന് ഇപ്പോഴേ ആക്കി വെച്ചാൽ നാളേക്ക് കോൾഡാണ് ടേസ്റ്റ്. ഇത് ക്യൂട്ടി ഫ്രൂട്ട്. ക്യൂട്ടി ഫ്രൂട്ട് കളറെല്ലാം മാറിയിട്ട് ഇപ്പൊ നല്ല സൂപ്പർ കളർ വന്നു. ഇത് രണ്ട് കുറേ കളർ ഉണ്ട്. പപ്പായും കൊണ്ടാക്കുന്നത് ഇത്. മഴ വന്നു ചുവന്ന സാധനം വന്നിട്ട് സാധനം കട്ടാക്കിയുണ്ട്. നല്ലതായി. ഇനി ഇത് നാളെ സെറ്റ് ആയിട്ടുണ്ടാവോ? ഇനി മിക്സാക്കി ഇടുന്ന കപ്പൊക്കെ ഈ പായസം തിന്നാനുള്ള സ്പൂണ്. ഇത് ടേസ്റ്റ് കാണണമെങ്കിൽ രാവിലെ തന്നെയാണ്. സൂപ്പർ ഉണ്ടാ. ടേസ്റ്റ് നോക്കുമല്ലോ നെയ്യിന്റെ മണമല്ല സൂപ്പറായിട്ട് അല്ലേ? ആ ഞാൻ അമ്മയ്ക്ക് ലസ് കൊണ്ടുപോയി കൊടുത്ത്. അമ്മന്റെ ടേസ്റ്റ് അതെ. നോക്കട്ടെ. കേക്കിലാക്കിയതല്ലേ? നല്ല കണ്ടീഷനായിട്ടുണ്ട്. സ്പൂൺ നോക്ക്. സ്പൂൺ നോക്ക്. നല്ല സ്വർണ്ണ കളർ. സ്വർണ്ണ കളറിന്റെ അല്ലേ? എങ്ങനെയുണ്ട് പായസം? പാങ്ങുണ്ട് പാ. സൂപ്പറായിട്ടുണ്ട്. കണ്ടീഷനാ. ബിരിയാണിക്ക് ഉള്ളിയും എല്ലാം മസാല ആക്കിക്കൊണ്ടിട്ടുണ്ട്. ബിരിയാണി ആക്കാൻ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് ചോറിൽ വെച്ചിട്ട് പോവാം. ഇന്നലെ ആക്കിയ പായസം ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കൊടുക്കാനല്ല. ചോറ് വിളമ്പിയുണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ചോറെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. ബഫേ സിസ്റ്റം അത്. അദ്വികത ചോറ് വയ്ക്കുന്നു. ആരാട്ടെ ചോറ് വയ്ക്കാനിരുന്നു. ഇപ്പൊ ബാഗ് വെച്ചിട്ടില്ല. ഫുഡ് നമ്മളവിടെ പോയിട്ടുണ്ടായില്ലേ? നല്ല രസമുണ്ട് കാണാനെല്ലാം. ഒരുക്കിക്കൊണ്ടെല്ലാം ഉണ്ട്. അത് നൈറ്റ് നമ്മൾ എല്ലാം ഒരുക്കിയിട്ട് പിന്നെയാണ് നേരെ പൊളിക്കുമ്പോ എല്ലാം റെഡി ആക്കണത് അല്ലേ? അതെപ്പാ. അതെ.
വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അതെ, ബൈ. ബൈ.